ഹായ് ഡിയർ സ്റ്റുഡൻസ്, മാട്രിസസ് എന്ന ചാപ്റ്ററിൻ്റെ 7ാമത്തെ സെഷനിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ്, രണ്ടാമതായിട്ട് സിമെട്രിക് മാട്രിസസ്, പിന്നീട് സ്ക്യൂ സിമെട്രിക് മാട്രിസസ് ആൻഡ് സം തിയറംസ് ഓർ റിസൾട്ട്സ് റിലേറ്റഡ് ടു സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിസസ്. ഈ 4 പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് തുടങ്ങാം. ഓക്കെ, നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു മെട്രിക്സ് എ ആണ്. മെട്രിക്സ് ഓർഡർ 4 1 8 -1 5 6. ഇതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഓർഡർ എത്രയായിരിക്കും? 3/2 ആണ് അല്ലേ? 3 rows 2 columns, റോ ബൈ കോളം എന്നുള്ള ഓർഡറിലാണ് നമ്മൾ ഓർഡർ ഓഫ് മെട്രിക്സ് പറയേണ്ടത്. ഇനി ഞാൻ ഈ മെട്രിക്സിന് ചില ചേഞ്ചസ് വരുത്തിയിട്ട് മറ്റൊരു മെട്രിക്സ് ഇവിടെ സ്ക്രീനിൽ എഴുതുകയാണ്. നന്നായി ശ്രദ്ധിക്കണം. നോക്കൂ, ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് മറ്റൊരു മെട്രിക്സ് എഴുതുന്നു. 4 1 8 -1 5 6. ഇവിടെ എന്ത് മാറ്റമാണ് എക്ക് സംഭവിച്ചത്? ഞാൻ എന്ത് മാറ്റം കൊടുത്തിട്ടാണ് രണ്ടാമത്തെ മെട്രിക്സ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. യെസ്, ഇവിടെ എയുടെ ഫസ്റ്റ് റോ ഞാൻ ഇവിടെ ഫസ്റ്റ് കോളം ആക്കി മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് റോ ബിക്കംസ് സെക്കൻഡ് കോളം, തേർഡ് റോ ബിക്കംസ് തേർഡ് കോളം. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഫസ്റ്റ് കോളം എന്തായിട്ടുണ്ട്? ഫസ്റ്റ് റോ ആയിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിലുള്ള 1 -1 6 സെക്കൻഡ് കോളം ആണല്ലോ, അതിവിടെ സെക്കൻഡ് റോ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് എക്ക് സംഭവിച്ചത്? യെസ്, എയുടെ റോയും കോളംസും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ സെക്കൻഡ് മെട്രിക്സ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മെട്രിക്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന രൂപം എ എന്ന് പറയുന്ന ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ആണ് സെക്കൻഡ് മെട്രിക്സ്. ഇതിന് പറയുന്ന പേരാണ് ട്രാൻസ്പോസ് ഓഫ് എ. എന്താണ് പറയുന്നത്? ട്രാൻസ്പോസ് ഓഫ് എ. ട്രാൻസ്പോസ് ഓഫ് എ എന്നുള്ളതിന് നമ്മൾ സിംബോളിക്കായിട്ട് സിംബൽ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത് എ ട്രാൻസ്പോസ് എന്നാണ്. A⁻T എന്നാണ് എഴുതുന്നത്. വായിക്കേണ്ട രൂപം എ ട്രാൻസ്പോസ് എന്നാണ്. ചിലപ്പോൾ എ ഡാഷ് എന്നുള്ള സിംബലും ഉപയോഗിച്ച് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ആരാണ്? എയുടെ ട്രാൻസ്പോസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മെട്രിക്സ് ഈസ് ട്രാൻസ്പോസ് ഓഫ് എ. സോ വാട്ട് ഈസ് ട്രാൻസ്പോസ്? ട്രാൻസ്പോസ് ഓഫ് എ ഈസ് ദി മെട്രിക്സ് obtained by just interchanging the rows and columns. റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് ലഭിക്കുന്ന മെട്രിക്സ് ആണ് ട്രാൻസ്പോസ് ഓഫ് ദി ഗിവൺ മെട്രിക്സ്. ഇനി എയും എ ട്രാൻസ്പോസും തമ്മിലുള്ള ചില കണക്ഷൻസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഓർഡർ ഓഫ് എ? നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഡർ ഓഫ് എ 3/2 ആണ് അല്ലേ? 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ സ്വാഭാവികമായിട്ടും റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഓർഡർ ഓഫ് എ ട്രാൻസ്പോസ് ഈസ് 2/3. അപ്പോൾ ഓർഡർ ഓഫ് എയും ഓർഡർ ഓഫ് ട്രാൻസ്പോസും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായല്ലോ. ഒന്ന് m/n ആണെങ്കിൽ മറ്റേത് n/m ആയിരിക്കും. കാരണം റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓർഡറും ഇൻ്റർചേഞ്ച് ആവും. ഓക്കെ, ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് എപ്പോഴും ഓരോ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. നോക്കൂ, ഈ 4ൻ്റെ പൊസിഷൻ ഇവിടെ 1/1 പൊസിഷനാണ്, ഇവിടെയും 1/1 പൊസിഷനാണ്. നമുക്ക് പെട്ടെന്ന് അത് കണ്ടാൽ മനസ്സിലാവുന്നില്ലെങ്കിലും നമുക്ക് മറ്റൊരു എലമെൻറ്റ് നോക്കാം. നോക്കൂ, ഈ ഒരു എലമെൻറ്റ് നോക്കൂ. ഈ എലമെൻറ്റിൻ്റെ പൊസിഷൻ എന്താണ് ഇവിടെ? യെസ്, 1/2 പൊസിഷനാണ് അല്ലേ? A1/2. ഈ 1/2 പൊസിഷനിൽ വരുന്ന 1 ഇവിടെ എത്തിയപ്പോൾ എവിടെ എത്തി നോക്കൂ നിങ്ങൾ? 2/1 പൊസിഷൻ ആയിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ പൊസിഷൻ ഇവിടെ A12 ആണ്. A12 എലമെൻ്റാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. A12 എലമെൻറ്റ് ട്രാൻസ്പോസിലേക്ക് എത്തിയപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? യെസ്, 2/1 എലമെൻ്റ് ആയിട്ടുണ്ട്. A21 ആയിട്ടുണ്ട് അല്ലേ? അതുപോലെ ഈ എലമെൻറ്റ് നോക്കൂ, ഈ 5ൻ്റെ പൊസിഷൻ പറയൂ നിങ്ങൾ. ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? 3/1 എലമെൻ്റ് ആണ് അല്ലേ? A31 എലമെൻറ്റ്. ഈ A31 എലമെൻറ്റ് ട്രാൻസ്പോസിലേക്ക് എത്തിയപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? 1/3 എലമെൻ്റ് ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ Aij എലമെൻറ്റ് ട്രാൻസ്പോസിലേക്ക് എത്തുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും? Aij എലമെൻറ്റ് ബിക്കം Aj എലമെൻ്റ് ആയിട്ടുണ്ടാവും. കാരണം റോയും കോളവും ഇൻ്റർചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ A31 എന്നുള്ളത് എവിടെ എത്തിയിട്ടുണ്ടാവും? റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ A13 ആയിട്ടുണ്ടാവും. നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ Aij എലമെൻറ്റ്, എ എന്ന് പറയുന്ന മെട്രിക്സിലെ Aij എലമെൻറ്റ് എ ട്രാൻസ്പോസിലേക്ക് എത്തുമ്പോൾ ഏത് Aj എലമെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ പൊസിഷൻ അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഉണ്ടാവും.
അപ്പം നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ജസ്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദി റോസ് ആൻഡ് കോളംസ്. AIJth എലമെൻറ്റ് ഓഫ് A ഈസ് AJIth എലമെൻറ്റ് ഓഫ് A ട്രാൻസ്പോസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. നോട്ടിലേക്ക് എഴുതാനുള്ളതാണ് ഇനി. റൈറ്റ്, ട്രാൻസ്പോസ് ഓഫ് എ matrix. If A is any matrix, then the transpose of A is the matrix obtained by interchanging the rows and the columns of A. എഴുതിയല്ലോ, വൃത്തിയായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇത് ബോക്സിലാക്കി വെക്കുന്നു. ട്രാൻസ്പോസ് ഓഫ് എ ഇസ് ഡിനോട്ടഡ് ബൈ എ ട്രാൻസ്പോസ് ഓർ എ ഡാഷ്. രണ്ടും എ ട്രാൻസ്പോസിനെയാണ് സൂചിപ്പിക്കുന്നത്. വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, അതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. നന്നായി മനസ്സിലാക്കി വെക്കണേ. നെക്സ്റ്റ്, അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പറയുന്നത്. 3 എക്സാമ്പിൾ ഉണ്ട്. എ നിങ്ങൾ എഴുതാനുള്ളതാണ്. ഇതും ഈ സ്ക്രീൻ നിങ്ങൾ എഴുതാനുള്ള സ്ക്രീനാണ്. A is equal to matrix 1 2 0 2 4 3, B equal to 1 minus 2 5, C equal to 2 5 5 1. ഇവിടെ ഒന്നാമത്തെ മെട്രിക്സിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിക്കോളൂ. എ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു നേരെ തിരിച്ച് എഴുതിയാൽ മതി അല്ലേ? 1 2 2 4 0 3. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് മാറി, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇതിൻ്റെ ഓർഡർ 2/3 ആണ്. എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ 2/3 ആണ്. ഇതിൻ്റെ ഓർഡർ 3/2 ആണ്. ഓക്കെ, ഇത് 2/3, ഇത് 3/2. നെക്സ്റ്റ് ബി ട്രാൻസ്പോസ് എഴുതിക്കോളൂ. ബി ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു, ഇതൊരു കോളം മാട്രിക്സ് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് ഒരു റോ മാട്രിക്സ് ആയിരിക്കും. 1 minus 2 5. യെസ്, സി ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു 2 5 5 1. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സിയും സി ട്രാൻസ്പോസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ നോക്കൂ. യെസ്, സിയും സി ട്രാൻസ്പോസും സെയിം ആണ് അല്ലേ? അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ് മാത്രമാണ് ഈ ഒരു എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്. നെക്സ്റ്റ്, ഈ ഒരു റിസൾട്ട് നിങ്ങൾ ബോക്സിലാക്കി വെക്കേണ്ടതാണ്. ഓർഡർ ഓഫ് എ ഈസ് m/n, ദെൻ ഓർഡർ ഓഫ് എ ട്രാൻസ്പോസ് ഈസ് n/m. കറക്റ്റ് അല്ലേ? നോക്കൂ. അപ്പോൾ ലാസ്റ്റത്തെ നോക്കൂ. ലാസ്റ്റത്തെ 2/2 ആണ്. സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് 2/2. അപ്പോൾ ട്രാൻസ്പോസും 2/2 തന്നെ ആയിരിക്കും. എന്നും എമ്മും സെയിം ആയതുകൊണ്ടാണ്. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ആണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഹെഡിങ് എഴുതിയിട്ട് ഈ പേപ്പർ നിങ്ങൾ എഴുതിയെടുക്കണം. ഈ സ്ക്രീൻ പ്രോപ്പർട്ടീസ് നമുക്ക് 1 by 1 ആയിട്ട് എഴുതിയെടുക്കാം. സിമ്പിൾ പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന്, എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു എ. നമുക്ക് പണ്ട് സെറ്റ് തിയറിയിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. എ കോംപ്ലിമെൻറ്റ് ദി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഇക്വൽ ടു എ. ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു, വീണ്ടും ഒരിക്കൽ കൂടി ട്രാൻസ്പോസ് എടുത്താൽ അത് നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് തന്നെയായിരിക്കും ആൻസർ. രണ്ടാമത്തെ പ്രോപ്പർട്ടി, കെ ഇൻറ്റു എ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു കെ എ ട്രാൻസ്പോസ്. തേർഡ് വൺ, എ പ്ലസ് ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. കോമൺ ലോജിക്കിൽ വർക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടി തന്നെയാണ്. മൂന്നാമത്തത് നാലാമത്തത്, എ മൈനസ് ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ഇതെല്ലാം നമ്മുടെ കോമൺ ലോജിക്കിലാണ്. ലാസ്റ്റ് പ്രോപ്പർട്ടി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇതിന് പറയുന്ന പേര് റിവേഴ്സൽ ലോ ഓഫ് ട്രാൻസ്പോസ് എന്നാണ്. റിവേഴ്സ് കാരണം നിങ്ങൾക്ക് അറിയാം, ഇവിടെ എ ബി ട്രാൻസ്പോസ് നമ്മുടെ കോമൺ ലോജിക് പ്രകാരം എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്നായിരുന്നു വരേണ്ടത്. പക്ഷേ അത് തെറ്റാണ്, നേരെ തിരിച്ചാണ്. ഈ പ്രോപ്പർട്ടി പ്രത്യേകം മനസ്സിലാക്കി വെക്കണം കേട്ടോ. എ ബി ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലം ചെയ്യുമ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. അന്നേരം നമ്മൾ ഈ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് എഴുതിയെടുക്കണം കേട്ടോ. നെക്സ്റ്റ്, അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് നമ്മൾ. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിസസ്. നോക്കൂ, മെട്രിക്സ് എ. ഞാനൊരു മെട്രിക്സ് ഇവിടെ എഴുതുന്നു. സുമതി അല്ലേ? രണ്ടാമത്തെ റോയിൽ മരുന്നു തിന്നുന്നു. എന്താ വായിക്കുക? സുമതി മരുന്ന് തിന്നുന്നു. ഇതൊരു മെട്രിക്സ് ആണോ എന്ന് ചോദിക്കരുത്. മെട്രിക്സിന് ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാമെന്ന് മാത്രം. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുകയാണ്. ഇതിന് ട്രാൻസ്പോസ് എഴുതിയാൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കി എഴുതി. അങ്ങനെ എഴുതിയാൽ എന്ത് സംഭവിക്കും? സുമതിയല്ലേ ഫസ്റ്റ് റോ, അത് ഞാൻ ഫസ്റ്റ് കോളമാക്കി. അതാ ഫസ്റ്റ് കോളാക്കി. കണ്ട, ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി. സെക്കൻഡ് റോ മരുന്ന്, അത് സെക്കൻഡ് കോളാക്കി. തേർഡ് റോ തിന്നുന്നു, അത് തേർഡ് കോളമാക്കി മാറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? യെസ്, ട്രാൻസ്പോസ് എഴുതിയപ്പോൾ ഒറിജിനൽ മെട്രിക്സ് തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലേ? എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്നാണ് ആൻസർ കിട്ടിയത്. ഇത്തരം മെട്രിക്സുകൾക്ക് പറയുന്ന പേരാണ്
സിമെട്രിക് മാട്രിസസ്. ഓക്കെ, സിമെട്രിക് മാട്രിസസ് കിട്ടിയല്ലോ, പോയിന്റ് കിട്ടിയല്ലോ, സിമെട്രിക് മാട്രിസസ്. അപ്പോൾ എന്താണ് സിമെട്രിക്? എ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ക്ലിയർ? ഇതിന് പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. ഇനി സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകതകൾ നോക്കൂ നിങ്ങൾ. നമ്മൾ ഈ ഡയഗണലിൽ ഇരുന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഡയഗണലിൽ നമ്മളൊരു കസേരട്ട് ഇങ്ങനെ ഒരു ബെഞ്ചിട്ട് ഇരുന്ന് നോക്കുകയാണെങ്കിൽ ഇരുവശത്തേക്കും ഒരേ എലമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ മാ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ അതിന് റിഫ്ലക്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ തീ കാണുന്നുണ്ടെങ്കിൽ അതിന് റിഫ്ലക്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ നോ. ഡയഗണലിൽ ഇരുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ ഇവിടെ കാണുന്ന എലമെൻറ്റ്സിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും താഴെ നിങ്ങൾ കാണുന്നുണ്ടാവുക. അതാണ് സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ലൈനിൽ സിമെട്രിക് എന്ന് പറയുമ്പോൾ മെയിൻ ഡയഗണലിൽ ഇരുന്നിട്ടാണ് ഇതിൻ്റെ സിമെട്രി പറയുന്നത് എന്ന് അർത്ഥം. ഓക്കെ, അപ്പം ഡയഗണലിൽ ഇരുന്ന് നമ്മൾ ഇരുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം മറ്റേ ഭാഗത്തിൻ്റെ റിഫ്ലക്ഷൻ, മിറർ ഇമേജസ് എന്ന് വേണമെങ്കിൽ പറയാം, റിഫ്ലക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അത്തരം അതാണ് ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ സിമെട്രിക് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കും. മാത്രമല്ല ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് A12th എലമെൻറ്റും ഇതിൽ A12th എലമെൻറ്റും A21th എലമെൻറ്റും സെയിം ആയിരിക്കും. A13th എലമെൻറ്റും A31th എലമെൻറ്റും സെയിം ആയിരിക്കും. AIJth എലമെൻറ്റും AJIth എലമെൻറ്റും സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഓക്കെ, AIJ ഈസ് ഈക്വൽ ടു AJI ഫോർ ഓൾ I, J. സിമെട്രിക് ആണെങ്കിൽ 1-2ഉം 2-1ഉം സെയിം ആയിരിക്കും, 2-1ഉം 1-2ഉം സെയിം ആയിരിക്കും, 3-1th എലമെൻറ്റും 1-3th എലമെൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ മാത്രമേ സിമെട്രി സംഭവിക്കുകയുള്ളൂ. ഓക്കെ, സിമെട്രിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിമെട്രിക്. അങ്ങനെ സിമെട്രിക് ആവണമെങ്കിൽ ആ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആവണം. ഓക്കെ, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള സ്ക്രീനാണ്, എഴുതിക്കോളൂ. ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. എ ഈക്വൽ ടു AIJ ഈസ് സിമെട്രിക് ഇഫ് AIJ ഇസ് ഈക്വൽ ടു AJI ഫോർ ഓൾ I, J. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. A12 എന്ന് പറയുന്നത് A21 ആയിരിക്കും, A13 A31 ആയിരിക്കും, A11 എന്ന് പറഞ്ഞാൽ A11 തന്നെ ആയിരിക്കും, A22 തന്നെ ആയിരിക്കും. ഓക്കെ, ഡയഗണൽ എലമെൻറ്റ്സ് എങ്ങനെ എഴുതിയാലും കുഴപ്പമുണ്ടാവില്ല. സിമെട്രിക് മെട്രിക്സിന് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്താൽ അതേ എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും. ബാക്കിയെല്ലാം ആ സിമെട്രി കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എക്സാമ്പിൾസ്: A ഈക്വൽ ടു 4116, B ഈക്വൽ ടു സൈൻ ആൽഫ കോസ് ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ. നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാൽ എന്താ സംഭവിക്കുക? 4116 തന്നെ കിട്ടും. അപ്പോൾ A ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ്, കണ്ടില്ലേ? B എഴുതി, B ട്രാൻസ്പോസ് എഴുതി, സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ എന്നതിന് ആൻസർ കിട്ടും. ഈ രണ്ട് മെട്രിക്സും സിമെട്രിക് മെട്രിക്സ് ആണ്. നമ്മൾ ഡയഗണലിൽ, മെയിൻ ഡയഗണലിൽ ഇരുന്ന് നോക്കിയാൽ ഒന്ന് ഇമേജസ് കറക്റ്റ് ആയിരിക്കും. കണ്ടോ, ഒന്നിൻ്റെ റിഫ്ലക്ഷൻ തന്നെ ആയിരിക്കും ഇവിടെ നിങ്ങൾ കാണുന്നത്. 1 1 കണ്ടോ, ഡയഗണലിൽ ഇരുന്ന് നോക്കുമ്പോൾ ഇതാ സൈൻ ആൽഫയാണ് ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പുറവും ഇപ്പുറവും സെയിം എലമെൻറ്റ്സ് ആയിരിക്കും. അതാണ് സിമെട്രിക്കിൻ്റെ പ്രത്യേകത. എഴുതിയല്ലോ. നെക്സ്റ്റ്, A and B ആർ സിമെട്രിക് മെട്രിക്സ് എന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. അടുത്ത പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു മെട്രിക്സ് 0 1 4 -1 0 2 -4 -2 0 അല്ലേ? ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുന്നു ഞാൻ. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ നമുക്കറിയാം ഇതായിരിക്കും ആൻസർ അല്ലേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കി, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഇവിടെ ട്രാൻസ്പോസ് എഴുതിയപ്പോൾ എ ആണോ ആൻസർ? നോക്കൂ, ഒരിക്കലും എ അല്ല. കാരണം ഇവിടെ 0 -1 -4 ആണ്, ഇവിടെ 0 1 4 ആണ്. ഒരിക്കലും എ അല്ല. അതിന് പകരം ഞാൻ ഇതിൽ നിന്ന് നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാൻ, നെഗറ്റീവ് പുറത്തെടുത്തിട്ട് കോമൺ ആക്കിയിട്ട് എഴുതാൻ. നെഗറ്റീവ് കോമൺ ഫാക്റ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൽ എല്ലാം നെഗറ്റീവ് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? 0 1 4 -1 0 2 കറക്റ്റ് അല്ലേ? ഈ മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ആൻസർ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. മൈനസിനെ ഞാൻ പുറത്തേക്ക് ചാടിച്ചു, ബാക്കി ഈ മെട്രിക്സ് എഴുതി. ഇനി നിങ്ങൾ ഈ അകത്ത് കാണുന്ന ഈ മെട്രിക്സ്, മൈനസിൻ്റെ ശേഷം കാണുന്ന ഈ മെട്രിക്സ് ആരാണ് നോക്കിയേ നിങ്ങൾ? ഇത് ഒറിജിനൽ എ തന്നെയാണ് അല്ലേ? അത് -A എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ -A ആണ്. നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത് എ ട്രാൻസ്പോസ് കണ്ടപ്പോൾ എ തന്നെ ആയിരുന്നു. അന്നേരം നമ്മൾ സിമെട്രിക് എന്ന് പറഞ്ഞു. ഇവിടെ എ ട്രാൻസ്പോസ് കണ്ടപ്പോൾ നെഗറ്റീവ് ഓഫ് ദി ഗിവൺ മെട്രിക്സ് ആണ് ആൻസർ കിട്ടിയത്. ഇത്തരം മെട്രിക്സുകൾക്ക് പറയുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ എന്താണ് സ്ക്യൂ സിമെട്രിക്? യെസ്, എ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സ്ക്യൂ സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -A. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ
1/2 എലമെൻറ്റ് ഇവിടെ 2/1 എലമെൻ്റ് ആയിരിക്കും, പക്ഷേ ഒരു നെഗറ്റീവ് സൈനിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ മെയിൻ ഡയഗണലിൽ ഇരുന്ന് നോക്കുകയാണെങ്കിൽ ഓരോ എലമെൻറ്റും അപ്പുറത്തുള്ള എലമെൻറ്റ് ഡയഗണലിൻ്റെ ഒരു വശത്തേക്കുള്ള എലമെൻറ്റ്സിൻ്റെ നേരെ നെഗറ്റീവ് ആയിരിക്കും ഇപ്പുറം. ഇവിടെ 1 വന്നാൽ ഇവിടെ -1 ആയിരിക്കും. കണ്ടോ, ഇവിടെ 4 വന്നാൽ ഇവിടെ -4 ആയിരിക്കും, ഇവിടെ 2 വന്നാൽ ഇവിടെ -2 ആയിരിക്കും. മാത്രമല്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ എല്ലാ എലമെൻസും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് ആയിരിക്കും. AIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -AJI ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് AIJ = AJI ആയിരുന്നു സിമെട്രിക്കിന്. സ്ക്യൂ സിമെട്രിക് ആവുമ്പോൾ AIJth എലമെൻറ്റ് ഈസ് നെഗറ്റീവ് AJIth എലമെൻ്റ് ആയിരിക്കും. കണ്ടോ, ഇവിടെ 1/2 എലമെൻറ്റ് -A21 എലമെൻ്റ് ആയിരിക്കും. മറ്റൊരു പ്രത്യേകത, ഡയഗണൽ എലമെൻറ്റ്സ് എപ്പോഴും 0 ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതണമെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സ് 0 എഴുതിയാൽ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഹെഡിങ് എഴുതുന്നു, ഡെഫിനിഷൻ എഴുതുന്നു. A² മെട്രിക്സ് A is said to be skew symmetric if A transpose is equal to -A. ഈ രണ്ടാമത്തെ പോയിന്റ് നന്നായി ശ്രദ്ധിക്കണം. A = AIJ is skew symmetric if AIJ is equal to -AJI. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. AIJ is equal to -AJI for all I, j. ഏത് ഐയും ജെയും എടുക്കുകയാണെങ്കിലും AIJth എലമെൻറ്റ് നെഗറ്റീവ് ഓഫ് AJth എലമെൻ്റ് ആയിരിക്കും for all I, j. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾസ് എഴുതിക്കോളൂ. 1 A = 0 1 -1 0. A ട്രാൻസ്പോസ് ഞാൻ വെറുതെ എഴുതി നോക്കിയതാണ്. ഇവിടെ A ട്രാൻസ്പോസ് എഴുതിയപ്പോൾ നമുക്ക് ആൻസർ നെഗറ്റീവ് A തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് A ഈസ് സ്ക്യൂ സിമെട്രിക്. അതുപോലെ ഇവിടെ ഞാൻ ഒരു 3/3 എക്സാമ്പിളാണ്. B 0 2 3 -2 0 -1 -3 1 0. ഇവിടെ ക്ലിയർലി B ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, ഇതാ ഡയഗണലിൽ ഇത് നോക്കാം. ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ് 0 0 0. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ -2 ആയിരിക്കും. ഉണ്ടോ, ഇവിടെ 3 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ -1 വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിന് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, +1. ഡയഗണൽ എലമെൻറ്റ്സ് ഫുൾ ടൈം 0 ആയിരിക്കും. എന്നാലേ ഈ നെഗറ്റീവ് A എന്ന് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ലഭിക്കുകയുള്ളൂ. കാരണം ഈ എലമെൻറ്റ്സ് ചേഞ്ച് ആവുന്നില്ലല്ലോ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ഒരേ നമ്പറിന് കറക്റ്റായി വരണമെങ്കിൽ അത് 0 മാത്രമേ സാധ്യമാവൂ. അതുകൊണ്ടാണ് ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് 0. മാത്രമല്ല ഈ റിസൾട്ട് നമുക്കൊന്ന് തെളിയിക്കാം. ഇതൊരു റിസൾട്ടാണ് കേട്ടോ, ഒരു തിയറമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. ദി ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് ഓൾവേസ് 0. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ തിയറം. ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് ഓൾവേസ് 0 എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് ഒന്ന് എഴുതി നോക്കാം. നോക്കൂ, ഞാനൊരു മെട്രിക്സ് എടുത്തു. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് A = AIJ. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത എപ്പോഴും AIJth എലമെൻറ്റ് നെഗറ്റീവ് AJIth എലമെൻ്റ് ആയിരിക്കും. AIJth എലമെൻറ്റ് ഈസ് നെഗറ്റീവ് AJI ഫോർ ഓൾ I, j. എല്ലാ ഐക്കും ജെക്കും ഇത് ശരിയാണ്. അപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ കേസ് ഇവിടെ പരിഗണിക്കുകയാണ്. ഓക്കെ, എന്താണ് സ്പെഷ്യൽ കേസ്? J = I എന്ന് കൊടുക്കുകയാണ്. പുട്ട് J = I, പുട്ട് J = I, അല്ലെങ്കിൽ I = J എന്ന് കൊടുക്കും. അപ്പോൾ ഇത് AII എന്നായിട്ട് മാറും. AII = നെഗറ്റീവ് AII. കാരണം ഇത് എല്ലാവർക്കും ശരിയായത് കൊണ്ടാണ് നമ്മൾ ജെക്ക് പകരം I എന്ന് കൊടുത്തത്. ഓക്കെ, ഈ നെഗറ്റീവ് AIIനെ നമ്മൾ ഇങ്ങോട്ട് സ്ഥലം മാറ്റി. അപ്പോൾ എന്തായി? AII + AII = റൈറ്റ് സൈഡ് 0 ആയിട്ട് പോയി. ഓക്കെ, AII + AII എന്ന് പറഞ്ഞാൽ 2AII = 0. ദാറ്റ് ഗീവ്സ് AII = 0. ശരിക്കും ഒരു മെട്രിക്സിലെ, ഒരു സ്ക്വയർ മെട്രിക്സിലെ AII എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കും? A11 A22 A33 എന്നൊക്കെ പറഞ്ഞാൽ അത് എന്ത് എലമെൻസാണ്? അതാണ് ഡയഗണൽ എലമെൻറ്റ്സ്. നമുക്കറിയാം ഒരു ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത 1/1 എലമെൻറ്റ് 2/2 എലമെൻറ്റ് 3/3 എലമെൻ്റ് ഒക്കെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ ജനറൽ ഫോമാണ് AII എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക് ആൻസർ? AII ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0 എന്ന ആൻസർ കിട്ടി. കണ്ടോ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഫുൾ ടൈം ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് ആദ്യം തന്നെ നമുക്ക് 0 എന്ന് എഴുതി വെക്കാം. പിന്നീട് അപ്പുറവും ഇപ്പുറവും എഴുതുന്ന എലമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. ഒരാളുടെ നെഗറ്റീവ് ഇപ്പുറത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ആൻസർ കൃത്യമായിട്ട് ലഭിക്കും. അപ്പോൾ ഈ തിയറം എഴുതുക, അതിൻ്റെ പ്രൂഫും നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു തിയറമാണ് ഫോർ എനി സ്ക്വയർ മെട്രിക്സ് A. മറ്റൊരു തിയറം, സെക്കൻഡ് തിയറമാണ് കേട്ടോ. A + A ട്രാൻസ്പോസ് ഈസ് സിമെട്രിക് ആൻഡ് A - A ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്.
ഏതൊരു മെട്രിക്സ് എടുക്കുകയാണെങ്കിലും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമ്മട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമ്മട്രിക്കുമായിരിക്കും എന്നാണ്. നോക്കൂ, ഞാൻ 2-3 എക്സാമ്പിൾസ് നിങ്ങളെ കാണിക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് ഈ തിയറം ഒന്ന് പ്രൂവ് ചെയ്യുകയും വേണം. ഓക്കെ, ജനറൽ പ്രൂഫ് ചെയ്യാൻ കൊടുക്കും. ആദ്യം ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾസ് കാണിക്കാം. നിങ്ങൾ കാണുന്നത് മെട്രിക്സ് എ ആണ്, 2 10 4 7. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയൂ. യെസ്, ട്രാൻസ്പോസ് നിങ്ങൾ കാണുന്നുണ്ട്, 2 4 10 7 അല്ലേ? റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്താൽ ഇതാ 2 + 2 4 10 + 4 14. ഇതിന് അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇത് എന്ത് മെട്രിക്സ് ആണ് നോക്കൂ. എ പ്ലസ് ട്രാൻസ്പോസ് ക്ലിയർലി ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. കണ്ടില്ലേ? സിമെട്രിക് ആണോ എന്ന് എങ്ങനെ നോക്കുക? ഡയഗണൽ എലമെൻറ്റ്സ് നോക്കുന്നു, അതിന് ശേഷം രണ്ട് ഭാഗത്തേക്കും ഒരേ എലമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. എ മൈനസ് എ ട്രാൻസ്പോസ് നോക്കൂ, കണ്ടോ? എ മൈനസ് എ ട്രാൻസ്പോസ് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സും സെക്കൻഡ് മെട്രിക്സും നമ്മൾ സബ്ട്രാക്ഷൻ നടത്തി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 2 - 2 0, 10 - 4 6. ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഏത് മെട്രിക്സ് എഴുതുകയാണെങ്കിലും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ മാറ്റി കൊടുക്കാം. നോക്കൂ, 5 - 2 4 3 എന്നാക്കി മെട്രിക്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും എ ട്രാൻസ്പോസ്? യെസ്, 5 4 - 2 3 ആയിരിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. 5 + 5 10, 2 4 - 2 2, 3 + 3 6 അല്ലേ? ഇതാണ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇത് സിമെട്രിക് അല്ലേ? നോക്കൂ, ഇത് സിമെട്രിക് ആണ്. കണ്ടോ? ഡയഗണൽ എലമെൻറ്റ്സ് നോക്കുന്നു, ഇരുഭാഗത്തേക്കും എലമെൻറ്റ്സ് സിമെട്രിക് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്താൽ 0 - 6 6 ആൻഡ് 0. കണ്ടോ? ഇതൊരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെ എക്സാമ്പിൾ. ഏത് സ്ക്വയർ മാട്രിക്സ് എടുത്താലും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. നമുക്കതിന് തിയറട്ടിക്കൽ വെരിഫിക്കേഷൻ കൊടുക്കാം. നോക്കൂ, നമുക്ക് കാണിക്കേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സിമെട്രിക്കിൻ്റെ പ്രത്യേകത ട്രാൻസ്പോസ് കണ്ടാൽ അത് തന്നെ ആയിരിക്കണം ആൻസർ അല്ലേ? അതാണ് സിമെട്രിക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ എ പ്ലസ് എ ട്രാൻസ്പോസിന് പകരം ഞാൻ ബി എന്ന് പറയുന്ന മറ്റൊരു പേര് കൊടുത്തു. ഇനി എനിക്ക് എന്ത് കാണിച്ചാൽ മതി? ബി ഈസ് സിമെട്രിക് എന്ന് കാണിച്ചാൽ മതി അല്ലേ? ഫുൾ ടൈം സിമെട്രിക് ആയിരിക്കും ബി. ബി സിമെട്രിക് ആണ് എന്ന് കാണിക്കാൻ ഞാനൊരു കാര്യം ചെയ്താൽ മതി. ബിയുടെ ട്രാൻസ്പോസ് കണ്ട് നോക്കുക. ബിയുടെ ട്രാൻസ്പോസ് കണ്ടാൽ ബി തന്നെ കിട്ടുകയാണെങ്കിൽ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി ട്രാൻസ്പോസ് കാണാം കേട്ടോ. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, എ പ്ലസ് എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ്. ബിയുടെ വാല്യൂ ഇവിടെ കൊടുത്തതാണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് അല്ലേ? ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസ്പോസ് പ്ലസ് സെക്കൻഡിൻ്റെ ട്രാൻസ്പോസ് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോപ്പർട്ടി വീണ്ടും ഉപയോഗിക്കാം. എ ട്രാൻസ്പോസ് പ്ലസ് സെക്കൻഡ് ടേം എന്താണ്? എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ഈസ് നത്തിങ് ബട്ട് എ. ഇത് തിരിച്ച് എഴുതിയാൽ എന്തായിരിക്കും? എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടും. പക്ഷേ എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ ആക്ച്വലി ആരാ? ബി തന്നെ ബി തന്നെ കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി ട്രാൻസ്പോസ് ചെയ്തപ്പം ബി തന്നെ കിട്ടി. ബി ട്രാൻസ്പോസ് ചെയ്താൽ ബി കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബി ഈസ് സിമെട്രിക്. സിമെട്രിക്കിൻ്റെ ഡെഫിനിഷനാണ്. ബട്ട് ആക്ച്വലി ഹു ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് സിമെട്രിക്. അപ്പോൾ ഇങ്ങനെയാണ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് ജനറലായിട്ട് നമ്മൾ തെളിയിക്കുന്നത്. അതുപോലെ നമ്മൾ സെക്കൻഡ് വൺ തെളിയിക്കുകയാണ്. ശ്രദ്ധിക്കണേ, എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. എ മൈനസ് എ ട്രാൻസ്പോസിന് ഞാൻ ബി എന്ന് കൊടുത്തു. ഇനി സ്ക്യൂ സിമെട്രിക് എന്നാണ് കാണിക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടുക? ബിയുടെ ട്രാൻസ്പോസ് കണ്ടാൽ നെഗറ്റീവ് ബി എന്ന് കിട്ടണം കേട്ടോ. നമുക്ക് നോക്കാം. ബി ട്രാൻസ്പോസ് എഴുതി. ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ആണ്. ബിയുടെ വാല്യൂ ഇവിടെ എഴുതിയതാണ്. നമ്മൾ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് ട്രാൻസ്പോസ് മൈനസ് സെക്കൻഡ് ട്രാൻസ്പോസ്. സെക്കൻഡ് ആരാ? എ ടി ആണ് അല്ലേ? എ ട്രാൻസ്പോസ് ട്രാൻസ്പോസ്. അതാണ് ഫസ്റ്റ് ട്രാൻസ്പോസ് മൈനസ് സെക്കൻഡ് ട്രാൻസ്പോസ്. അപ്പോൾ ഇതിങ്ങനെ എഴുതി, എ ട്രാൻസ്പോസ് മൈനസ് എ എന്ന് എഴുതി അല്ലേ? ഇത് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മുടെ മെട്രിക്സ് ബി ആണോ നോക്കൂ. അല്ല, ബി അല്ല. അപ്പം അതിന് മൈനസ് പുറത്തേക്ക് ചാടിച്ചു. മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എ മൈനസ് എ ട്രാൻസ്പോസ് ആയി മാറി അല്ലേ? മൈനസ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഈ സ്റ്റെപ്പ്. രണ്ടും സെയിം ആണ് കേട്ടോ. ഈ ബ്രാക്കറ്റിനകത്ത് കാണുന്നത് യഥാർത്ഥത്തിൽ ബി തന്നെയാണ്. അപ്പോൾ മൈനസ് ബി എന്ന ആൻസർ കിട്ടി. ബി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ മൈനസ് ബി എന്ന ആൻസർ കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി എന്ത് മെട്രിക്സ് ആണ്? ബി ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതാണ് സ്ക്യൂ സിമെട്രിക്കിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി പറഞ്ഞാൽ ആക്ച്വലി ആരാ? എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം.
ഈ ഒരു തിയറം ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2-3 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. A 4 5 6 2 5 1, B 2 - 1 4 1 5 6. വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പ് വരുത്താനുള്ളതാണ്. A ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ഇക്വൽ ടു A ആൻഡ് A + B ദി ഹോൾ ട്രാൻസ്പോസ് ഇക്വൽ A ട്രാൻസ്പോസ് B + B ട്രാൻസ്പോസ്. ഈ രണ്ട് പ്രോപ്പർട്ടീസും വെരിഫൈ ചെയ്യാനുള്ള ചോദ്യമാണ്. ചോദ്യം എഴുതിയല്ലോ, ഇനി ആൻസർ എഴുതിക്കോളൂ. ഇവിടെ എ ഇവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ? ഞാൻ A ട്രാൻസ്പോസ് എഴുതി, ജസ്റ്റ് കോളവും റോയും ഇൻ്റർചേഞ്ച് എഴുതിയതാണ്. വീണ്ടും ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതാണ്, അതായത് A ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ്. ഇത് ഒരിക്കൽ കൂടി ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്തായിരിക്കും ആൻസർ? യെസ്, 4 5 6 2 5 1 എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായി? ദിസ് ഈസ് നത്തിങ് ബട്ട് A. ഇത് A തന്നെ അല്ലേ? നോക്കൂ നിങ്ങൾ. അപ്പോൾ A ട്രാൻസ്പോസ് ഇക്വൽ ടു A. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം A + B ചെയ്യുന്നു. വാട്ട് ഈസ് A + B? നിങ്ങൾ പറയൂ A + Bയുടെ ആൻസർ. ഇതാ 4 + 2 6 4 10 3 10 ആൻഡ് 7 ഉണ്ടോ? 1 by 1 ആയിട്ട് ആഡ് ചെയ്താണ്, കറസ്പോണ്ടിങ് പൊസിഷൻ ആഡ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ A + B ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇത് റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എഴുതണം അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? A + B ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു 6 3 4 10 10 7. കറക്റ്റ് അല്ലേ? ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് ചെയ്യുകയാണ്. ആദ്യം A ട്രാൻസ്പോസ് എഴുതുന്നു, പിന്നെ B ട്രാൻസ്പോസ് എഴുതുന്നു, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. വാട്ട് ഈസ് A ട്രാൻസ്പോസ്? യെസ്, 4 2 5 5 6 1. What is B transpose? 2 1 - 1 5 4 6. So what is A transpose plus B transpose? രണ്ടും കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. A transpose plus B transpose. A + B whole transpose ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആഡ് ചെയ്യും? യെസ്, 4 + 2 6 2 + 1 3 5 - 1 4 5 + 5. സെയിം ആൻസർ കിട്ടും അല്ലേ? 6 3 4 10 10 7. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. ഫ്രം 1 and 2 നമുക്ക് എന്ത് എഴുതാം? ഫ്രം 1 and 2 A + B ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ്. ഇങ്ങനെയാണ് വെരിഫിക്കേഷനുള്ള ചോദ്യം ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡ് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 1. റൈറ്റ് സൈഡ് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 വി വിൽ ഗെറ്റ് ദി ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് A B ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് എന്നുള്ള റിവേഴ്സൽ ലോ വെരിഫൈ ചെയ്യാനുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, നിങ്ങൾ എ ബി കാണണം ആദ്യം അല്ലേ? മെട്രിക്സ് എ ബി എന്തായിരിക്കും? മെട്രിക്സ് എ ബി, എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. ഇവിടെ ഇതൊരു 3/1 മെട്രിക്സ് ആണ്, ഇത് 1/3 മെട്രിക്സ് ആണ്. അപ്പോൾ 3/3 മെട്രിക്സ് ആണ് ആൻസർ ലഭിക്കുക അല്ലേ? 1/3 3/3 വന്നാൽ എന്താണ് ആൻസർ? 3/3 ആണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്താ? 0 × 1 0. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഇത് ആഡ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആകെ ഓരോ എലമെൻസേ ഉള്ളൂ. 0 × 5 0. ഫസ്റ്റ് റോ തേർഡ് കോളം 7. ശരിയല്ലേ? കണ്ടോ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആൻസർ കഴിഞ്ഞു. ഫസ്റ്റ് റോ സെക്കൻഡ് കോളമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് കോളത്തിലേക്ക് വന്നു. ഫസ്റ്റ് റോ തേർഡ് കോളം. നന്നായി ശ്രദ്ധിക്കണേ. ഈ സെക്കൻഡ് റോ 1 × 1 1. സെക്കൻഡ് റോ സെക്കൻഡ് 1 5 5 1 7 7 കഴിഞ്ഞു. തേർഡ് റോയിലേക്ക് വന്നു. അപ്പോൾ ആൻസർ തേർഡ് റോയിലേക്ക് വരണം. 2 × 1 2 2 × 5 10 2 × 7 40. ഇതാണ് എ ബി. സോ വാട്ട് ഈസ് എ ബി ട്രാൻസ്പോസ്? എ ബി ട്രാൻസ്പോസ് വളരെ ഈസിയാണ്, തിരിച്ചെഴുതിയാൽ മതിയല്ലോ. 0 1 2 0 5 10 0 7 40. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓക്കെ ആയി, ലെഫ്റ്റ് സൈഡ് ഓക്കെ. ഇനി റൈറ്റ് സൈഡ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എഴുതാൻ പോവുകയാണ്. ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഇക്വൽ ടു ഇത് തിരിച്ചെഴുതുന്നു. 1 5 7 തിരിച്ചെഴുതിയാൽ 1 5 7 കോളം മെട്രിക്സ്. എ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ 0 1 2. ശരിയല്ലേ? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? പറയൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 × 0 0. പിന്നെ 1 × 1 1. ഫസ്റ്റ് റോ തേർഡ് കോളം 1 × 2 2. സെക്കൻഡ് ഫസ്റ്റ് 0. സെക്കൻഡ് 5 1 5. സെക്കൻഡ് തേർഡ് 5 2 10 7 0 0 7 1 7 7 2 14. നോക്കൂ, 1 and 2 സെയിം അല്ലേ? സോ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്? യെസ്, ഫ്രം 1 and 2 എ ബി ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ വെരിഫിക്കേഷനുള്ള ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായിട്ട് അറിയണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞാലേ ഈ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള റൂള് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഇനിയുള്ള ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. ഇവിടെ വെരിഫിക്കേഷനുള്ള ചോദ്യമാണ്. എ ബി ട്രാൻസ്പോസ് ഇക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. 2 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 42 എ പ്ലസ് ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇക്വൽ ടു എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്ന് തെളിയിക്കാനുള്ള വെരിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.